ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണ ടാക്സി ഡ്രൈവർ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. 4 കാറുകൾ തകർന്നു. വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു അപകടസ്ഥലം സന്ദർശിച്ചു. DGCയെ അന്വേഷിക്കുമെന്ന് വ്യോമയാന മന്ത്രി അറിയിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് 20 ലക്ഷവും പരിക്കേറ്റവർക്ക് 3 ലക്ഷവും ധനസഹായം പ്രഖ്യാപിച്ചു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കൃത്യമായ പരിശോധനകൾ നടക്കുന്ന വളരെ തന്ത്രപ്രധാനമായ ഒരു ഏരിയ ആണ് വിമാനത്താവളങ്ങളൊക്കെ. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചതിന്റെ വ്യാപ്തി എന്തായിരുന്നു? വീണ, ഇന്നലെ 2:30 മുതൽ തന്നെ ഡൽഹിയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയുടെ ഭാഗമായിട്ടാണ് ഈ ടെർമിനൽ 1-ലെ മേൽക്കൂര തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. സാധാരണ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്ന ഒരു ടെർമിനൽ അല്ല ഇത്. ടെർമിനൽ 3-ലോ 2-ലോ ഒക്കെയാണ് ഈ രീതിയിലുള്ള അപകടം ഉണ്ടായതെങ്കിൽ ഒരുപക്ഷെ മരണസംഖ്യ ഉയരുകയും വളരെ വലിയൊരു ദുരന്തമായി അത് മാറുകയും ചെയ്തേനെ. ഇവിടെ തിരക്ക് വളരെ കുറവുള്ള ഒരു ടെർമിനൽ ആയതിനാൽ അതൊരു ചെറിയ ദുരന്തമായി മാറുകയായിരുന്നു. 2009-ൽ UPA സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച ടെർമിനലാണ് ഇപ്പോൾ ഈ തകർന്നു വീണിരിക്കുന്നത്. എന്തായാലും നിലവിൽ കേന്ദ്ര വ്യോമയാനകാര്യ മന്ത്രി റാംമോഹൻ നായിഡു ഇന്നിപ്പോൾ രാവിലെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒരാൾ മരണപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപയുടെ ധനസഹായവും ഒപ്പം പരിക്കേറ്റവരുടെ ചികിത്സാ സഹായമായി 3 ലക്ഷം രൂപയുമാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൗതം, അതേസമയം മഴ ഇങ്ങനെ നിൽക്കുന്നത് വലിയ ആശങ്കയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വിമാനത്താവളത്തിൽ തന്നെ കൂടുതൽ പരിശോധനകൾ ഉണ്ടോ? മറ്റിടങ്ങളിലും എങ്ങനെയാണ്? വീണ, ശക്തമായ മഴയെ തുടർന്ന് രാജ്യതലസ്ഥാനത്തിന്റെ പല ഭാഗത്തും വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ മുൻപും ഈ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുകയും ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ വർഷം വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഏതാണ്ട് അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടുകളാണ് ഡൽഹിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ ഒരു 7:30യോടുകൂടി മഴ അല്പം ശമിച്ചു നിൽക്കുകയാണ്. നിലവിൽ മഴ പെയ്യുന്നില്ല, പക്ഷേ കാർമേഘമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ഡൽഹിയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനാൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് നൽകുകയാണ്. ഓക്കെ, ശരി ഗൗതം.